ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷം സച്ചിയും അർച്ചനയും കൂടി ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. അർച്ചന കുറച്ചു നാളത്തേക്ക് ജോലികളൊന്നും ചെയ്യണ്ടെന്നും നന്നായി തന്നെ റെസ്റ്റ് എടുക്കണമെന്നും ഒക്കെ തന്നെ ഡോക്ടർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന തിരികെ നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നതാണ്. അർച്ചന ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരത്തിൽ അവന്തിക അർച്ചനയെ പിടിച്ചു നിർത്തുകയാണ്. നീ പ്രഗ്നന്റ് ആകാൻ വേണ്ടി ഈ വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയായിരുന്നല്ലോ. എന്താണെങ്കിലും നീ ഈ പ്രഗ്നൻസി ഒന്ന് സൂക്ഷിക്കണം. ഈ വീട്ടില് എല്ലാവർക്കും ഇത്രയ്ക്കും സന്തോഷമായ സ്ഥിതിക്ക് ഇത് ആഘോഷനാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന ദേഷ്യത്തോടെ അവന്തികയുടെ കയ്യിലേക്ക് ഒരു ലഡ്ഡു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ സമയത്ത് എനിക്ക് തരാൻ സാധിച്ചില്ലല്ലോ. നിങ്ങൾ എന്താണെങ്കിലും ഇത് കൈ വെച്ച് ഇത് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കെ. എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അർച്ചന മുറിയിൽ നിന്നും പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഡോക്ടർ സന്ധ്യയെ കാണാനായി പോയിരിക്കുന്നതാണ്. അതേസമയം തന്റെ ടേബിളിൽ തലവെച്ച് കിടക്കുകയായിരുന്നു സന്ധ്യ. തുടർന്ന് സന്ധ്യ എന്ന് വിളിച്ചുകൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സന്ധ്യ മുഖമുയർത്തി നന്ദനെ നോക്കുന്നു. സന്ധ്യയുടെ മുഖത്തെയും നെറ്റിയിലെയും ഒക്കെ പാടുകൾ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദൻ. ആരെ സന്ധ്യയെ നിന്നെ എങ്ങനെ ഉപദ്രവിച്ചതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തികയാണെന്ന് സന്ധ്യ പറയുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം സന്ധ്യ നന്ദനോട് പറയുകയാണ്. അവന്തിക തന്റെ ക്യാബിനിലേക്ക് കയറി വന്നതും നന്ദന്റെ പേര് പറഞ്ഞുകൊണ്ട് സന്ധ്യയെ തല്ലിയതും ടേബിളിൽ തലയിടിപ്പിച്ചതും ഒക്കെ തന്നെ സന്ധ്യ നന്ദനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ. ഇതിനെന്താണെങ്കിലും ഞാൻ അവൾക്കൊരു മറുപടി കൊടുത്തിരിക്കും, അതും വളരെ നന്നായി തന്നെ. ഇനി അവളുടെ ചെറുവിരൽ പോലും അവളെ നിന്റെ നേർക്ക് അനക്കാൻ പാടില്ലെന്നും നന്ദൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനൂപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അർച്ചന മീരയോട് പറയുമ്പോൾ മീരയും കമലയും ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം കമല പറയുകയാണ്, നീ ഗർഭിണിയാകുന്നതോടെ ചില പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ജോത്സ്യർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ അവരെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദൻ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. സന്ധ്യയെ തല്ലിയതിന് നന്ദൻ അവന്തികയെ ചോദ്യം ചെയ്യുന്നു. വേണ്ടിവന്നാൽ അവളെ കൊല്ലാനും എനിക്കിനി ഒരു മടിയുമില്ലെന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുമ്പോൾ അവന്തികയെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് നന്ദൻ. ഇനി എന്താണെങ്കിലും നീയുമായിട്ട് ഒരു ജീവിതം അത് എനിക്കൊരിക്കലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അവന്തികയെ തള്ളിമാറ്റിക്കൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോകുന്നു. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.